കേരളത്തിലേക്ക് വന്ന RSSന്റെ തലതൊട്ടപ്പനായ സർസംഘചാലക് മോഹൻ ഭാഗവത് ഒരു മരണ വീട്ടിൽ പോലും പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന പരിവാരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം ഒരു മന്ത്രിയോ MLAയോ എന്തിനേറെ പറയുന്നു, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അല്ലാത്ത RSSന്റെ സർസംഘചാലകായ മോഹൻ ഭാഗവത് എവിടേക്ക് തിരിഞ്ഞാലും മിനിമം ഒരു 5-6 വണ്ടികൾ എസ്കോർട്ട് ഉണ്ടാകും. ഏറ്റവും കുറഞ്ഞത് 10-ലധികം സുരക്ഷാ സേനാംഗങ്ങൾ ഉണ്ടാകും. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇതൊന്നും വാർത്തയാക്കുന്നില്ല. അതിലുപരി RSSന്റെ സർസംഘചാലകായ മോഹൻ ഭാഗവതിന് എല്ലാ സുരക്ഷയും ഒരുക്കി കൊടുക്കുവാൻ സതീശ മേനോൻ സർക്കാരും കൂടെയുണ്ട്. ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കണേ. കേരളത്തിലെ സാധാരണക്കാരുടെ വിയർപ്പിന്റെ ഒരു ഓഹരിയായ നികുതിപ്പണം മുടക്കിയാണ് RSSന്റെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്ക് സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും ശബ്ദമില്ല. അവർ വാ തുറക്കുന്നില്ല. ആ ദൃശ്യമൊന്ന് കണ്ടേ. മുഖ്യമന്ത്രിയാണെങ്കിൽ എനിക്ക് ഈ 56 വണ്ടിയും 560 പോലീസിന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ജനങ്ങളൊക്കെ എന്നെ വേണ്ടാന്നുള്ളതല്ലേ, എന്നെ കൊല്ലാൻ നടക്കാന്നുള്ളത്. പിന്നെ ഞങ്ങളോട് ഇരിക്കരുത്. ഞാൻ തന്നെത്താൻ വെടിവെച്ച് ആവണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാണുന്ന ആരോഗ്യ വെടിവെച്ച് കൊണ്ടുപോകണം. അപ്പൊ തന്റെ ബിഹേവിയർ അത്രയും വൃത്തികെട്ടായതുകൊണ്ടല്ലേ താൻ ഇത്രയും ആൾക്കാരെ ഉപയോഗിക്കുന്നത്. കണ്ടല്ലോ, സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പിണറായി വിജയന്റെ കൂടെ 2 പേരെ കണ്ടാൽ പോലും അത് ദൂർത്തടിയാണ്, അധിക സുരക്ഷയാണ്. പക്ഷേ RSSന്റെ തലതൊട്ടപ്പനായ സർസംഘചാലക് മോഹൻ ഭാഗവതിന് വേണ്ടി കേരള സർക്കാർ ഒരുക്കി കൊടുത്ത ഈ സുരക്ഷ അത് ദൂർത്തടിയല്ല, അത് ജനങ്ങളുടെ നികുതി പണം മുടക്കിയുള്ളതല്ല. ഇരട്ടത്താപ്പ് നോക്കണേ. പിന്നെ ടീം UDF അത് RSSന്റെ കാൽ കീഴിലാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സ്വാഭാവികമായും RSSന്റെ തലതൊട്ടപ്പൻ കേരളത്തിൽ വരുമ്പോൾ ടീം UDF അല്ലേ എല്ലാം ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ടീം UDF എന്ത് ചെയ്താലും അതിനെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അതാണ് മാധ്യമ ധർമ്മം എന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. എന്തായാലും ശരി, ദൃശ്യം നിങ്ങൾ ഒന്നുകൂടി വ്യക്തമായി കാണണം. മരണം പോലുള്ള എന്തോ ചടങ്ങിന് സർസംഘചാലക് പോകുന്ന ഒരു രംഗമാണ്. 10ഓളം വണ്ടികളുണ്ട് എസ്കോർട്ടിന്. അതിലുപരി 10-ലധികം സുരക്ഷാംഗങ്ങളുമുണ്ട്. ഈ ദൂർത്തടിയൊക്കെ ആരുടെ പണം പൊടിച്ചാണ്? കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം പൊടിച്ച് തന്നെയാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ മുതിരാത്ത കേരളത്തിലെ സൈബർ കൊങ്ങികൾക്കും, അതുപോലെ തന്നെ സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയന്റെ കൂടെ ആര് പോയാലും അത് ദൂർത്തടിയാണെന്ന് പറഞ്ഞു നടന്നിരുന്ന മാധ്യമങ്ങൾക്കും മുന്നിലേക്ക് ഈ ദൃശ്യങ്ങൾ വയ്ക്കുകയാണ്. ജനങ്ങളിലേക്ക് ഈ ദൃശ്യങ്ങൾ എന്തായാലും മുഖ്യധാരാ മാധ്യമങ്ങൾ കൊണ്ടെത്തിക്കില്ല. അതുകൊണ്ടാണ് ഇതിനെ ഒരു വാർത്തയായി തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. മുഖ്യമന്ത്രിയാണെങ്കിൽ എനിക്ക് ഈ 56 വണ്ടിയും 560 പോലീസിന് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ജനങ്ങളൊക്കെ എന്നെ വേണ്ടാന്നുള്ളതല്ലേ, എന്നെ കൊല്ലാൻ നടക്കാന്നുള്ളത്. പിന്നെ ഞങ്ങളോട് ഇരിക്കരുത്. ഞാൻ തന്നെത്താൻ വെടിവെച്ച് ആവണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കാണുന്ന ആരോഗ്യ വെടിവെച്ച് കൊണ്ടുപോകണം. അപ്പൊ തന്റെ ബിഹേവിയർ അത്രയും വൃത്തികെട്ടായതുകൊണ്ടല്ലേ താൻ ഇത്രയും ആൾക്കാരെ ഉപയോഗിക്കുന്നത്.